Hi guys, it's me, Dimalu Banker. SBI ക്ലർക്കിൻ്റെ എക്സാം ലാസ്റ്റ് നിമിഷത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഒരു ലാഗും വരുത്തരുത്. എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തരാമെന്നാണ് വിചാരിക്കുന്നത്. സോ വീഡിയോ മൊത്തമായും കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതല്ല കമൻറ്റിൽ പറയാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പേഴ്സണൽ മെയിൽ അയച്ചാലും മതി. മെയിൽ ഐ ഡി ഞാൻ താഴെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. SBI ക്ലർക്കിന് ഞാനിപ്പോൾ പ്രസൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് റീസണിങ് കോൺസ്, ഇതിന് മൂന്നിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കൂടാതെ മെയിൻസിന് നമ്മൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. കറണ്ട് അഫെയർസ് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ എടുക്കുന്നത് എന്ന് പറയുന്നത് ആദ്യം കറണ്ട് അഫെയർസിൻ്റെ സെഷൻ. അത് PDF സോഴ്സിൽ നിന്നാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അഫെയർസ് ക്ലൗഡാണ് ഫോളോ ചെയ്യുന്നത്. വീക്ക്ലി PDFs ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 2 പേജസ്, 2 to 3 പേജസ് അന്നത്തെ ഡേയിൽ പഠിക്കാനുള്ളത് പഠിക്കും. ദെൻ പ്രീവിയസ് ഡേയിൽ പഠിച്ച് ജസ്റ്റ് ഒന്ന് ക്വിസസിൻ്റെ ഫോമിൽ PDF ഫോമിൽ തന്നെ ഉള്ളത് എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കും. അത്രയുമാണ് കറണ്ട് അഫെയർസിന് വേണ്ടി ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ കേസിൽ എഡിറ്റോറിയൽ അവൈലബിൾ ആണ്. സോ എഡിറ്റോറിയൽ റീഡ് ചെയ്യും. അതിൻ്റെ വൊക്കാബ് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കും. അത്രയുമേ ചെയ്യുന്നുള്ളൂ ഇംഗ്ലീഷിൽ. ദെൻ ഒരു സെക്ഷണൽ ടെസ്റ്റ് എടുക്കും. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ചൊരു വീക്കാണ്. വീക്കെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നെഗറ്റീവ്സിൻ്റെ റോൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് RCSന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദെൻ ക്ലോസ് ടെസ്റ്റ്. ദെൻ എനിക്ക് പാരാജമ്പിൾസിലാണ് എനിക്ക് കൂടുതലും നെഗറ്റീവ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ പാരാജമ്പിൾസിൻ്റെ സെറ്റ് ഒന്നെങ്കിൽ ടോപ്പിക് ടെസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, അതല്ല എങ്കിൽ പ്രാക്ടീസ് മോക്കിൽ മിനി മോക്സ് അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കും. ഇംഗ്ലീഷിൻ്റെ കേസിൽ സെക്ഷണൽസ് ഒന്നോ രണ്ടോ എണ്ണം എടുക്കും. അത് പ്രോപ്പറായിട്ട് അനാലിസിസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണോ വീക്ക് പോയിൻ്റ് ഉള്ളത്, അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഏതാണോ വീക്ക് ടോപ്പിക് ഉള്ളത് അതിന് കൂടുതലും സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എനിക്ക് കുറച്ച് ടൈം കുറവാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അങ്ങോട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് കിട്ടാറില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. എന്നാലും കിട്ടുന്ന ടൈം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ക്വാൺസ് എടുക്കും. ക്വാൺസിൽ ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നത് ഉച്ചയൊക്കെ ആവുന്ന ടൈമിലായിരിക്കും. ആ ടൈമിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു മോക്ക് എടുക്കും. ദെൻ ആ മോക്ക് അപ്പോൾ തന്നെ അനലൈസ് ചെയ്യുകയില്ല. അതൊരു മോക്ക് ചെയ്ത ഉടനെ തന്നെ ആകുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നത് ക്വാൺസ് ആണ്. ക്വാൺസിൽ ആദ്യം സ്പീഡ് മാത്സ് ട്രിക്ക് ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പിൽ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യും, കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാൽക്കുലേഷൻസ് ചെയ്യും. ദെൻ ചിലപ്പോഴാണെങ്കിൽ സ്പീഡ് മാത്സിൻ്റെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ക്വിസസ് എടുക്കും. അതല്ല എങ്കിൽ ആശിഷ് അറോറ സാറിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ സോൾവ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു സോഴ്സാണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ദെൻ ക്വാൺസിൽ വീക്കായിട്ടുള്ള ഏരിയാസ്, എനിക്ക് ടൈം ആൻഡ് വർക്ക് ഒക്കെ കുറച്ചൊരു എന്തോ പണ്ട് പഠിച്ചതിൽ നിന്നും കുറച്ചൊരു കൺഫ്യൂഷൻസ് പോലെ വരുന്നുണ്ട്. സോ ടൈം ആൻഡ് വർക്കിൻ്റെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ടെലിഗ്രാമിൽ മല്ലുബാങ്കർ എന്നുള്ള ടെലിഗ്രാമിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള PDFs ഉണ്ട്. ആ PDFസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ സെക്ഷണൽ ടെസ്റ്റ്, അതല്ല ടോപ്പിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതും പ്രാക്ടീസ് ചെയ്യും. ആ ഒരു ഏതാണോ പെർട്ടിക്കുലർ പോയിൻ്റ് അറിയത്തില്ലാത്തത് അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങളുടെ സ്പീഡ് മാത്സും DIയും സ്ട്രോങ് ആണ്, ദെൻ ഇംഗ്ലീഷും റീസണിങ്ങും അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ അരിത്തമെറ്റിക്കിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അറിയാവുന്നത് മാത്രം പഠിച്ച് അതിനെ ബൂസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ആ ഒരു ഏരിയ അറിയത്തില്ലാത്ത ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്രയുമാണ് ക്വാൺസിൻ്റെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെയ്ത മോക്ക് അനലൈസ് ചെയ്യും. എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് റോങ് വന്നത്, എവിടെയാണ് കൂടുതൽ ടൈം കൺസ്യൂം ആയത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യും.
ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ് എടുക്കുമ്പോൾ ഞാനിപ്പോൾ പർട്ടിക്കുലർ ടോപ്പിക് വൈസ് ടെസ്റ്റ് ചെയ്യാറില്ല. റീസണിങ്ങിന് ഒരു സെക്ഷനിൽ മാത്രമാണ് ചെയ്യാറുള്ളത്. അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റീസണിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മോക്കും സെക്ഷനലും അതിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊരു ഡെയിലി ബേസിസിൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ആ ഒരു ലാസ്റ്റ് ഡേയ്സിലോട്ട് വരുമ്പോൾ കൂടുതലും മോക്കിനും സെക്ഷണൽസിനും പ്രാധാന്യം കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.